അപ്പോൾ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിലേക്ക് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് മെക്കാനിക്സം ഓഫ് സോളിഡ്സ്. മെക്കാനിക്സ് ഓഫ് സോളിഡ് MOS അല്ലെങ്കിൽ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ. നമുക്ക് ഇതിനെ ടോപ്പിക്ക് ഫ്രം ദ ബേസ് ടു നമുക്ക് എല്ലാം പഠിക്കാം. അപ്പോൾ ആദ്യമേ ഫസ്റ്റ് ഓഫ് ഓൾ അറിയണ ബേസ് ആയിട്ട് വാട്ട് ഈസ് സ്ട്രെസ്. ദ ഫോഴ്സ് ഓഫ് റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ഏരിയ ഓഫേർഡ് ബൈ എ ബോഡി എഗെയിൻസ്റ്റ് ഡീഫോർമേഷൻ ഈസ് നോൺ എസ് സ്ട്രെസ്. അത് ഫോഴ്സ് ഓഫ് റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ഏരിയ. ഒരു യൂണിറ്റ് ഏരിയയിൽ ഇപ്പം ഞാൻ ഒരു എന്തെങ്കിലും ബോഡി ആവട്ടെ ഒരു വാളിനെ എഗെയിൻസ്റ്റ് പ്രസ് ചെയ്യാണ്. ദ ഫോഴ്സ് ഓഫ് റെസിസ്റ്റൻസ്. അപ്പം എനിക്ക് തിരിച്ച് എവരി ആക്ഷൻ നമുക്കറിയാം ന്യൂട്ടൺസ് ലോ, അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് ലോ ഓഫ് റിയാക്ഷൻ എവരി ആക്ഷൻ ആസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ അല്ലേ. അപ്പോൾ ഞാൻ അങ്ങോട്ട് കൊടുക്കുന്ന ഫോഴ്സ് ദ വിൽ ബി എ റെസിസ്റ്റൻസ് ഫോഴ്സ് എഗെയിൻസ്റ്റ് ഇറ്റ്. അപ്പോൾ ആ റെസിസ്റ്റൻസ് ഫോഴ്സ് ഞാൻ ഈ ഇപ്പം ഒരു ഒബ്ജക്റ്റ് കൊണ്ട് ഞാൻ പറഞ്ഞു പ്രസ് ചെയ്യുന്നു. ആ പ്രസ് ചെയ്യുന്ന ഏരിയ ഇപ്പോൾ സർക്കുലർ ഷേപ്പാണെന്ന് വിചാരിക്കുക. ആ ഏരിയയ്ക്ക് യൂണിറ്റ് ഏരിയയ്ക്ക് കിട്ടുന്നത് ഫോഴ്സ് ഓഫ് റെസിസ്റ്റൻസ് കൊടുക്കുന്ന ഫോഴ്സും അല്ല, ഒപ്പോസിങ് ഫോഴ്സ് ഓഫ് റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ഏരിയ ഓഫേർഡ് ബൈ ബോഡി എഗെയിൻസ്റ്റ് ഡീഫോർമേഷൻ. ഡീഫോർമേഷനെതിരെയായിട്ട് ദ ഫോഴ്സ് ഓഫ് റെസിസ്റ്റൻസ് ബൈ ഓഫേർഡ് ബൈ നമ്മുടെ ബോഡി ഡീഫോർമേഷൻ എഗെയിൻസ്റ്റ് ആയിട്ട് യൂണിറ്റ് ഏരിയയിൽ ആക്ട് ചെയ്യുന്ന ആ റെസിസ്റ്റൻസ് പറയുന്നതാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ എ ബോഡി ഈസ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന എക്സ്റ്റേണൽ ഫോഴ്സ് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന വിൽ ബി എ ലോഡ് ഓർ എ ഫോഴ്സ്. The load is applied on the body while the stress is induced in the material of the body. അല്ലേ, സ്ട്രെസ് ഉണ്ടാകുമ്പോൾ നമ്മൾ ലോഡ് കൊടുത്തുകൊണ്ടിരിക്കും. The loaded member remain in equilibrium when the റെസിസ്റ്റൻസ് ഫോഴ്സും അപ്ലൈഡ് ലോഡ് ഈക്വൽ ആകുമ്പോഴേക്കും അങ്ങോട്ട് കൊടുക്കുന്നതും തിരിച്ചിട്ട് ഈക്വൽ ആകുമ്പോഴായിരിക്കും അത് ആ ലോഡഡ് മെമ്പർ റിമെയിൻ ഈക്വൽ വരും അല്ലേ. ഈക്വലും അങ്ങോട്ട് കൊടുക്കുന്നതും ഇത് ഓപ്പോസിറ്റ്. അത് രണ്ട് ഈക്വൽ ആകുമ്പോഴേക്കും വരുന്നത്. ബേസിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്നത് മാത്തമാറ്റിക്കലി സ്ട്രെസ് റെപ്രസെൻറ്റ് ബൈ സിഗ്മ ഈക്വൽ ടു P/A. പി എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഫോഴ്സ് ഓഫ് ലോഡ്, എ എന്ന് പറഞ്ഞാൽ ക്രോസ് സെക്ഷൻ ഏരിയ. ഈ നമ്മൾ തിയറി പറഞ്ഞ ഫോഴ്സ് ഓഫ് റെസിസ്റ്റൻസ് റെസിസ്റ്റൻസ് ഫോഴ്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ബട്ട് ഇവിടെ എക്സ്റ്റേണൽ ഫോഴ്സ് ഓഫ് ലോഡ് ആണ് കൊടുത്തേക്കുന്നത്. നമുക്കറിയാം അപ്ലൈഡ് ലോഡ് വിൽ ബി ഈക്വൽ ടു ദ റെസിസ്റ്റൻസ് ഫോഴ്സ് അല്ലെ, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അപ്പം കൊടുക്കുന്ന 50 ന്യൂട്ടനാണ് അങ്ങോട്ട് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 50 ന്യൂട്ടൺ വിൽ ബി ദ ഓപ്പോസിറ്റ് ഫോഴ്സ്. അപ്പം അത് തന്നെയായിരിക്കും ഇവിടെ പ്രോബ്ലത്തിൽ നമ്മൾ പറയുന്നത് 50 ന്യൂട്ടൺ അപ്ലൈ ചെയ്യുന്നു. ബട്ട് വി നോ റെസിസ്റ്റൻസ് ഫോഴ്സ് ആണ് എടുക്കുന്നതെന്ന് അറിയാം. ബട്ട് നമ്മൾ അപ്ലൈഡ് ഫോഴ്സ് എന്ന് പറഞ്ഞ് നമ്മൾ എഴുതത്തുള്ളൂ. കാരണം നമുക്കറിയാം ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. അപ്പം അതുകൊണ്ടാണ് പി എക്സ്റ്റേണൽ ഫോഴ്സ് ലോഡെന്ന് എഴുതിയിരിക്കുന്നത്. യഥാർത്ഥ റെസിസ്റ്റൻസ് ഫോഴ്സ് കൺസിഡർ ചെയ്യേണ്ടത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയതുകൊണ്ടും നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന ഫോഴ്സേ ഉള്ളൂ പ്രോബ്ലത്തിൽ തരുന്നത്. റെസിസ്റ്റൻസ് ഫോഴ്സ് ആണെന്ന് പറഞ്ഞ് തരത്തില്ല. അതുകൊണ്ടാണ് സിഗ്മ ഈക്വൽ P/A. അത് ഓർത്ത് വെച്ചാൽ മതി. P/A എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ റിക്വയർഡ് ക്രോസ് സെക്ഷൻ ഏരിയ. പിന്നെ യൂണിറ്റ് ഓഫ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഇത് ഫോഴ്സ് ബൈ ഏരിയ ആകുമ്പോൾ Nm/m² ആണ്. ബേസിക് കൺവേർഷൻ നോക്കി വയ്ക്കുക. അടുത്തെന്ന് പറഞ്ഞാൽ സ്ട്രെയിൻ എന്നാണ്. അപ്പോൾ ആദ്യം സ്ട്രെസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഒരു ഫോഴ്സ് കൊടുക്കുമ്പോഴേക്കും ഒപ്പോസിങ് ഇത് വരുന്നു. ആ ഏരിയ ആ യൂണിറ്റ് ഏരിയ ഉണ്ടാകുന്ന റെസിസ്റ്റൻസ് ഫോഴ്സ് ആണെന്നൊക്കെ പറഞ്ഞു. സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ when a body subject to some external force there is a change in dimension. ആ ബോഡിയുടെ എക്സിസ്റ്റിംഗ് ഡയമെൻഷനിൽ ചേഞ്ച് ഉണ്ടാകുന്നു. ഇതാണ് സ്ട്രെയിൻ എന്ന് പറഞ്ഞത്. വലിയുന്നു, കംപ്രസ് ആവുന്നു, ഇതെല്ലാം സ്ട്രെയിനിൽ വരുന്നതാണ്. The ratio of change of dimension of the body to the original dimension. Change dimension. It could be decrease in length, it could be increase in length. A change dimension of the body to actually exist is the dimension. Dimension it could be height, length, breadth. Change of dimension of the body to original dimension ratio is known as strain. Strain പലതരമുണ്ട്. ടെൻസൈൽ, വോളിയോമെട്രിക് സ്ട്രെയിൻ, കംപ്രസീവ് സ്ട്രെയിൻ ആൻഡ് ഷിയർ സ്ട്രെയിൻ. ടെൻസൈൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ടെൻസൈൽ ഫോഴ്സ്, due to tensile force there will be change in length and it will be increasing അല്ലേ. വലിക്കുമ്പോൾ ടെൻഷൻ കൂടുമ്പോഴേക്കും ലെങ്ത് കൂടത്തേ ഉള്ളൂ. അപ്പോൾ ഇൻക്രീസ് ലെങ്ത് ടു ആക്ച്വൽ ലെങ്ത്. റേഷ്യോ ഓഫ് ദ ഇൻക്രീസ് ഇൻ ലെങ്ത് ടു ദ ആക്ച്വൽ ലെങ്ത് ഓഫ് ദാറ്റ് ബോഡി. ടെൻസൈൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് ബേസിക്കലി ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ ആണ് സ്ട്രെയിൻ എന്ന് പറയുന്നത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. നെക്സ്റ്റ് വൺ ഈസ് കംപ്രസീവ് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ കംപ്രസീവ് ഫോഴ്സ് അവിടെ ഡിക്രീസ് ഇൻ ലെങ്ത് ഉണ്ടാവും. അപ്പോൾ ഡിക്രീസ് ഇൻ ലെങ്ത് നമുക്കറിയാം ചേഞ്ച് ഡയമെൻഷൻ ഒറിജിനലാണ്. അപ്പോൾ ഡിക്രീസ് ഇൻ ലെങ്ത് ടു ഒറിജിനൽ ലെങ്ത് കംപ്രസീവ് സ്ട്രെയിൻ. വോളിയോമെട്രിക് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് വോളിയത്തിന് ചേഞ്ച് ഉണ്ടാകുന്നു. അപ്പോൾ ചേഞ്ച് വോളിയം ടു ഒറിജിനൽ വോളിയോമെട്രിക് സ്ട്രെയിൻ. ആൻഡ് ഫൈനലി ഷിയർ സ്ട്രെസ് ആണ്. അപ്പം ഷിയർ സ്ട്രെസ് മൂലം ഷിയർ സ്ട്രെസ്സൊക്കെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ പറയും അതുപോലെ ഉണ്ടാകുന്നതാണ് ഷിയർ സ്ട്രെയിൻ. അപ്പോൾ ആദ്യത്തെ ടൈപ്പ് ഓഫ് സ്ട്രെസ്സസ് ആണ് അടുത്ത് നോക്കുന്നത്. ഫസ്റ്റ് ടെൻസൈൽ സ്ട്രെസ് ആണ്. ഒരു രണ്ട് ബോഡി ഈക്വൽ ഓപ്പോസിറ്റ് പുള്ള് കൊടുക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന എന്താണ് സ്ട്രെസ്സിൻ്റെ അനാലിസിസ് നമുക്ക് അടുത്ത് നോക്കുന്നത്. എന്താ അവിടെ നടക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ സ്ട്രെസ് അല്ലാതെ നോക്കുകയാണെങ്കിൽ അവിടെ സ്ട്രെയിനും ഉണ്ടാകുന്നുണ്ടല്ലേ. ആ പുള്ളി ചെയ്യുമ്പോൾ അവിടെ ടെൻസൈൽ സ്ട്രെയിനും ഉണ്ട്, അവിടെ ലെങ്ത് ചേഞ്ച് ഉണ്ടാകുന്നുണ്ടല്ലോ.
ഓക്കെ, ടെൻസൈൽ ആക്ട് നോർമൽ ടു ഏരിയ ആൻഡ് പുൾസ് ഓൺ ഏരിയ. ആ ടെൻസൈൽ ഫോഴ്സ് എപ്പോഴും നമ്മൾ ഏരിയയ്ക്ക് പെർപെൻഡിക്കുലറായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഫിഗർ കാണിക്കാൻ മനസ്സിലാവില്ല. ആ പുള്ളി ചെയ്യുമ്പോഴേക്കും പുള്ളിയിൽ നിന്ന് ഏരിയ ആ ക്രോസ് സെക്ഷൻ്റെ ഏരിയയ്ക്ക് പെർപെൻഡിക്കുലറായിരിക്കും. അങ്ങനെയാണ് സ്ട്രെസ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോഴും ഏരിയയ്ക്ക് പെർപെൻഡിക്കുലറായിട്ടായിരിക്കും ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇൻക്രീസ് ലെങ്ത് ഉണ്ടാവും. ടെൻഷൻ സ്ട്രെച്ച് പോലെ സ്ട്രെങ്ത് ലെങ്തിന് ലെങ്ത് ഉണ്ടാകും. ഓക്കെ, അതാണ് ടെൻസൈൽ സ്ട്രെസ്. അവിടെ സ്ട്രെസ് ഉണ്ടാകും, ടെൻസൈൽ സ്ട്രെയിനും ഉണ്ടാകും. നമുക്ക് നോക്കാം ഫിഗർ. ഇതാണ് ടെൻസൈൽ സ്ട്രെസ്സിൻ്റെ കണ്ടീഷൻ. ഇത് ബോഡി രണ്ട് ഭാഗത്തു നിന്നും ഫോഴ്സ് എന്താണ് നമ്മൾ എക്സേർട്ട് ചെയ്യുന്നുണ്ട്, അല്ലേ? ഫോഴ്സ് കൊടുക്കുന്നത്, അപ്ലൈ ലോഡുണ്ട്. അപ്പം ടെൻഷൻ മൂലം ഇത് രണ്ടും വലിയും. ഓക്കെ, അപ്പം ഇതിൻ്റെ ഒരു സ്കിമാറ്റിക് റെപ്രസെൻറ്റ് അതിൻ്റെ ഇൻറ്റേർണലായിട്ട് എന്ത് നടക്കുന്നത് നോക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ ക്രോസ് സെക്ഷൻ എടുത്ത് ഈ ഒരു ഭാഗം മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു പി ലോഡ് ഇപ്പുറത്ത് നിന്ന് കൊടുക്കുന്നുണ്ട്. അതിനെ ഒപ്പോസ് ചെയ്ത് ഒരു നെറ്റ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഫോഴ്സ് ഇങ്ങോട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ ഇത് വിൽ ബി ഇൻ ഇക്വിലിബ്രിയം. തിരിച്ച് ഇപ്പുറത്തെ റിമൈനിങ് പാർട്ട് നോക്കുകയാണെങ്കിൽ വലത്തോട്ടൊരു ഫോഴ്സ് നമ്മൾ എക്സ്റ്റേണലായിട്ട് കൊടുക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ഒപ്പോസ് ചെയ്ത് റെസിസ്റ്റൻസ് ഫോഴ്സ് എടുക്കുന്നു. അപ്പോൾ ഈ ഒരു ഭാഗം എല്ലാം മാത്രം ഈ ക്രോസ് സെക്ഷൻ ഈ ഒരു ഭാഗത്ത് കട്ട് ചെയ്താൽ മാത്രമായിട്ട് ഇങ്ങനെ വന്നു. അവിടെ മാത്രം നോക്കുകയാണെങ്കിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും റെസിസ്റ്റൻസ് ഫോഴ്സ് ഇക്വിലിബ്രിയത്തിലാണ്. അപ്പോൾ നെറ്റ് ഫോഴ്സ് ഇത് രണ്ടേ ഉള്ളൂ. അപ്പം പറയുന്നത് ഹോൾ ബോഡീസ് ഇക്വിലിബ്രിയം. ഇനി ടെൻസൈൽ സ്ട്രെസ് എന്താണ്? നമുക്കറിയാം സ്ട്രെസ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റിംഗ് ഫോഴ്സ് ബൈ ഏരിയ ആണ്, അല്ലേ? അപ്പോൾ ടെൻസൈൽ സ്ട്രെസ് എന്ന് പറയുമ്പോൾ വിച്ച് ഈസ് റെപ്രസെൻറ്റഡ് ബൈ സിഗ്മ ഈസ് ഈക്വൽ ടു ദാറ്റ് റെസിസ്റ്റിംഗ് ഫോഴ്സ്. ഓക്കെ, റെസിസ്റ്റിംഗ് ഫോഴ്സ് ആർ ബൈ ദാറ്റ് ക്രോസ് സെക്ഷണൽ ഏരിയ. ഈ റെസിസ്റ്റൻസ് ഫോഴ്സ് നമുക്കറിയാം എപ്പോഴും അപ്ലൈഡ് ലോഡ് ഈക്വൽ ആയിരിക്കും അല്ലേ? എന്നാലല്ലേ ഇക്വിലിബ്രിയത്തിലാവത്തുള്ളൂ. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ എന്തോ ഈക്വൽ ടു ടെൻസൈൽ ലോഡ് പി എന്ന് കൊടുക്കാം. ഓക്കെ, വിൽ ബി ഈക്വൽ ടു ടെൻസൈൽ ലോഡ് പി ബൈ ഏരിയ. അപ്പോൾ നമുക്ക് ഫൈനലി സിഗ്മ ഈക്വൽ ടു പി ബൈ എന്ന് തന്നെ എഴുതിക്കൂടെ? ഇത് തന്നെ ബേസിക് നമ്മൾ തിയറി പറയുന്ന കണക്ക് തന്നെയാണ് എല്ലായിടത്തും കണ്ടീഷൻ. ക്രോസ് സെക്ഷൻ എടുത്താൽ പോലും ആ റെസിസ്റ്റിംഗ് ഫോഴ്സ് ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഓക്കെ, നമുക്കിങ്ങനെ തന്നെ എഴുതാം.